മുന്നിട്ട് നിൽക്കുന്നു. അതിൽ അമേഠിയും ഉൾപ്പെടുകയാണ് അല്ലേ? അമേഠിയും റായ്ബറേലിയിലും അവിടെ കോൺഗ്രസ് 80-ൽ 46 ഇടത്ത് എൻഡിഎയും 33 ഇടത്തേക്ക് ഇന്ത്യ കോൺഗ്രസ് SP സഖ്യം വിജയം കാണുകയാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് അടിപതറുന്നു എന്നുള്ള കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ. അതാണ് ഈ ടോട്ടൽ സംഖ്യയിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഉത്തർപ്രദേശ് 1637 ഷാഫി പറമ്പിലിന്റെ വടകരയിലെ ലീഡ്. ഷാഫിയുടെ ലീഡ് 1500. സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും 7634 സുരേഷ് ഗോപി ലീഡ് ഉയർത്തി. 7634 സുരേഷ് ഗോപിയുടെ ലീഡ്. കെ മുരളീധരന്റെ വോട്ടുകൾ എവിടെ പോയി? UDFന്റെ വോട്ടുകൾ തൃശ്ശൂരിൽ എവിടെ പോയി എന്നുള്ള ആരോപണമുണ്ട്. TN പ്രതാപനും മറ്റുമുയർത്തിയ ആരോപണമുണ്ട്. പത്മജ ചർച്ചയാവുന്നു തൃശ്ശൂരിൽ എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. എന്താണ് തൃശ്ശൂരിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പോയത്? എന്താണ് UDFന് സംഭവിച്ചത്? ആരാണ് വോട്ട് മറിച്ചത് എന്ന ചോദ്യം വരും സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ. പക്ഷേ അവസാന റൗണ്ട് വരെ എണ്ണേണ്ടി വരും ആരാണ് ജയിക്കുന്നതെന്ന് അറിയാൻ. കാരണം LDFന്റെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ UDFന്റെ കോട്ടകളുണ്ട്. അവിടെയൊക്കെ വോട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ഈ ലീഡ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ ഉയരും. 7634 വോട്ടുകൾക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയും തുടക്കം മുതൽ ഇങ്ങനെ ലീഡ് നിലനിർത്തിയിട്ടില്ല. കോഴിക്കോട്ട് എളമരം കരീം രണ്ടാമതെത്തി. കോഴിക്കോട് 3ാം സ്ഥാനത്തേക്ക് എളമരം കരീം പോയിരുന്നു. ഇപ്പോൾ MD രമേശിനെ പിന്തള്ളി 2ാം സ്ഥാനത്ത് എളമരം എത്തി. പക്ഷേ ഇപ്പോൾ രാഘവൻ ലീഡ് നിലനിർത്തുകയാണ്. കോഴിക്കോട് MK രാഘവൻ 7000 കഴിഞ്ഞു. 7738ആയി. 7778ലേക്ക്. വയനാടും അതുപോലെ തന്നെ കൊല്ലത്തും എറണാകുളത്തും ഇടുക്കിയിലും UDF ഉറപ്പിച്ചു കഴിഞ്ഞു. 10000 കഴിഞ്ഞു കുതിക്കുകയാണ് ഈ മണ്ഡലങ്ങളിൽ. UDFന്റെ ലീഡ് വൻ ലീഡാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊല്ലവും വയനാടും ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം വരുമ്പോൾ ഇങ്ങനെയാണ്. ചില ഇടങ്ങളിൽ വലിയ പോരാട്ടം, ചില ഇടങ്ങളിൽ അതേസമയം ഏകപക്ഷീയമായ നീക്കങ്ങൾ. അതായത് വലിയ ഭൂരിപക്ഷം കിട്ടിയ നിരവധി മണ്ഡലങ്ങൾ. ഇടുക്കിയിൽ 12994 മലപ്പുറത്ത് 17749, വയനാട്ടിൽ 21000 കടന്നു, കൊല്ലത്ത് 10000 UDFന്റെ ഭൂരിപക്ഷം കഴിഞ്ഞു, എറണാകുളത്ത് 16000 കഴിഞ്ഞു. അങ്ങനെ UDF വലിയ മേധാവിത്വം പുലർത്തുന്ന നിരവധി മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. കോഴിക്കോട് 7778, തിരുവനന്തപുരത്ത് 360 മാത്രമാണ് ഇപ്പോഴുള്ള ഭൂരിപക്ഷം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ UDFന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ 2873 വോട്ടിന് മുന്നിലെത്തിയിരിക്കുന്നു. പന്യൻ 2ാം സ്ഥാനത്ത്. തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രൻ 2ാം സ്ഥാനത്ത് വരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ 3-ലേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് തിരുവനന്തപുരത്ത് BJPക്ക് ഒട്ടും ശുഭകരമല്ല കാര്യങ്ങൾ. ആദ്യം ലീഡ് നേടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ലാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെയാണ് രണ്ടാമത് പന്ന്യൻ രവീന്ദ്രൻ LDF വന്നിരിക്കുന്നത്. തരൂർ മുന്നിൽ. തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ലേ ഇത്തവണയും ആർക്കും എന്നുള്ള ചോദ്യമാണ്. തരൂർ മുന്നിൽ, UDF മുന്നിൽ. തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ ഇപ്പോഴും യുപിയിലെ ശ്രദ്ധേയമായ ഒരു കണക്ക് വരുന്നു. BJPയെ പിന്തള്ളി SP മുന്നിൽ. UPയിൽ SP സ്ഥാനാർത്ഥികൾ, അതായത് ഇന്ത്യ സഖ്യം UPയിൽ മുന്നിൽ എന്നുള്ള നിർണായകമായ ചില സൂചനകൾ പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ. UPയിൽ NDAക്ക് അടിപതറുന്നു, BJPക്ക് അടിപതറുന്നു. SP കോൺഗ്രസ് സഖ്യം അവിടെ ഫലം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും യോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം അത് വോട്ടാകുന്നു. UPയിൽ അമേഠിയിലും റായ്ബറേലിലും മറ്റും വലിയ മുന്നേറ്റം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു. അഖിലേഷിന്റെ ഭാര്യയും അഖിലേഷും അടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. അങ്ങനെ ഉത്തർപ്രദേശിൽ 46 ഇടത്ത് നിന്ന് NDA സഖ്യത്തിൽ ലീഡ് താഴേക്ക് പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ SP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്ന വിവരം ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 3 സീറ്റുകളിൽ മാത്രമല്ല LDFന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്ത് വന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ, 3-4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് LDF. 3 സീറ്റുകളിൽ മാത്രം കണ്ണൂരിൽ LDF ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങൽ, കണ്ണൂർ, കോട്ടയമല്ല, ആറ്റിങ്ങൽ, കണ്ണൂർ, ചാലക്കുടി. അതെ, ആറ്റിങ്ങൽ, കണ്ണൂർ, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 സീറ്റുകളിൽ മാത്രമായി LDFന്റെ ലീഡുകൾ. അതെ, തൃശ്ശൂർ ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. തൃശ്ശൂരിൽ 2 റൗണ്ടുകളാണ് പൂർത്തിയായത്. ഈ 2 റൗണ്ടുകളിലും സുരേഷ് ഗോപി തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്ന ചിത്രം പ്രത്യേകതയുണ്ട്.
മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മുന്നിലാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ഹരിയാനയിലും ഇന്ത്യ സഖ്യത്തിന് ലീഡ്. ഹരിയാനയിലും ഇന്ത്യ സഖ്യത്തിന് ലീഡ്. മുന്നിലാണ് 21 സീറ്റുകളിൽ 295, 211, 19 എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അല്ലേ ഒപ്പത്തിനൊപ്പം വരുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഉത്തർപ്രദേശിൽ ഒപ്പത്തിനൊപ്പമാണ് ഇന്ത്യ സഖ്യവും NDAയും ഒപ്പത്തിനൊപ്പമാണ് ഉത്തർപ്രദേശിൽ നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. രാജസ്ഥാനിൽ പോലും അങ്ങനെയാണ്. അതെ, കേരളത്തിലേക്ക് വേഗത്തിൽ വരുമ്പോൾ 3-4 അപ്ഡേറ്റുകൾ. ഷാഫി 6364 വടകരയിൽ ലീഡ് ഉയർത്തുന്നു. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 968 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ 957 വോട്ടുകൾക്ക് ഇടതു സ്ഥാനാർത്ഥി വി ജോയിൽ ലീഡ് ചെയ്യുന്നു. ആന്റോ ആന്റണി UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാമത് തോമസ് ഐസക് ആണ്. പക്ഷേ ലീഡ് വളരെ നേരിയതാണ് അല്ലേ. 1000 വോട്ടുകളുടെ ലീഡ് പോലും കിട്ടിയിട്ടില്ല ആന്റോ ആന്റണിക്ക്. നേരിയ വ്യത്യാസത്തിൽ ആന്റോ ആന്റണി മുന്നിട്ട് നിൽക്കുകയാണ്. എക്സിറ്റ് പോളുകളുടെ ആ സൂചന ഏറെക്കുറെ കറക്റ്റ് ആവുകയാണ്. കാരണം അത്ര ശക്തമായ ത്രികോണ പോരാട്ടം പത്തനംതിട്ടയിൽ നടന്നു. സംസ്ഥാനത്ത് 30,000 കടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നുള്ള കടന്ന് കുതിക്കുകയാണ് വയനാട്ടിൽ. വയനാടും കൊല്ലവും ഇടുക്കിയും എറണാകുളവും മലപ്പുറവും ഒന്നും ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. UDFന് 5 സീറ്റും UDF ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനിയും ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഷാഫിയുടെ ലീഡ് 6000 കടന്നു. തൃശ്ശൂർ, കാസർഗോഡ് രണ്ടാം സ്ഥാനത്ത് BJP. ചിത്രം പരിശോധിക്കുക. ഒന്നാമത് UDF 6178 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് അശ്വിനി രണ്ടാമത്. അങ്ങനെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നേടിയിരിക്കുകയാണ്. 6000 എത്ര വോട്ടിന്റെ ലീഡുണ്ട്? 6178 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിൽ. രണ്ടാമത് BJP. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വോട്ടിൽ നേരിയ കുറവ് ലീഡിൽ 7434. അതായത് 200 വോട്ടിന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 7434 വോട്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 1358 വോട്ടുകളായി മാറുന്നു. തിരുവനന്തപുരത്ത് വാശിയേറിയ പോരാട്ടം. 8 വോട്ടുകൾക്ക് തരൂർ മുന്നിൽ. തരൂരിൽ 1358 വോട്ടുകൾ മാത്രം. തൃശ്ശൂരിൽ ഇപ്പോഴും സുരേഷ് ഗോപി മുന്നിൽ. പക്ഷേ ലീഡ് 7434. 200 വോട്ട് കൂടി കുറഞ്ഞിട്ടുണ്ട്, ലീഡിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സുരേഷ് ഗോപിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിൽ. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മുന്നിലെത്തിയിരിക്കുകയാണ്. കർണാടകത്തിലും ടൈറ്റ് ഫൈറ്റായി മാറുന്നു. ബംഗാളിലും ഫൈറ്റ് കടുത്തതാണ്. അതേസമയം ഉത്തർപ്രദേശിൽ ഒപ്പത്തിനൊപ്പം പിടിക്കുകയാണ് SP കോൺഗ്രസ് സഖ്യം. BJP സഖ്യത്തിനൊപ്പം പിടിക്കുകയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പോഴും 290 അല്ലേ. കേവല ഭൂരിപക്ഷത്തിന്റെ അതേ സംഖ്യയാണ്. പക്ഷേ ഉറപ്പിച്ച് പറയാനാവില്ല. അറിയുന്നു 191 വോട്ടുകൾക്ക് VK ശ്രീകണ്ഠൻ മുന്നിൽ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പാലക്കാട്ട് 191 വോട്ടുകൾക്ക് VK ശ്രീകണ്ഠൻ മുന്നിൽ എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്ന UDF സ്ഥാനാർത്ഥികളെല്ലാം 5000, ഏതാണ്ട് എല്ലാവരും 5000 ലീഡ് നില കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി 30,000 ലീഡുകൾ രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നു. പക്ഷേ LDF ലീഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ 1000-ൽ താഴെയാണ് മിക്ക സ്ഥലങ്ങളിലും ലീഡ് എന്നുള്ളതാണ്. അതായത് 4 ആയിട്ട് കുറഞ്ഞില്ലേ രഞ്ജിത്ത്? 4 ആയിട്ട് കുറഞ്ഞില്ലേ LDFന്റെ